ഹായ് 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 എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നമ്മൾ ഇന്നലെ കിടന്ന ഗ്രാമ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഉള്ളത് പാടത്താണ്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇവരുടെയൊക്കെ വീട് എന്ന് പറയുന്നതുകൊണ്ട് അവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചെക്കന്മാരുണ്ട് ഉണ്ടോ, നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ ഞങ്ങൾ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നാൽ അതുപോലെ തന്നെ ഈ കാണുന്ന ഇതിലാണ് ഞങ്ങളുടെ ബ്രഷിങ് കാര്യങ്ങളൊക്കെ തിന്ന കഴിഞ്ഞ് അതുപോലെ തന്നെ എല്ലാവരും ഈ പാടത്ത് വരിയായിട്ടിരിക്കും. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വല്ലാതെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. കാരണം അത് ഇവിടെ ഒരു വിഷയമാണ്, അത് കുറവാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചേരനെ തിന്ന നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചേരൻ്റെ നടുക്കണ്ട തിന്നണമെന്നാണ് ഞങ്ങളുടെ നാട്ടിലെ ചൊല്ലി. ഏതായാലും നടുക്കൊന്നും തിന്നിട്ടില്ലേലും ഇതും തന്നെ ലൈഫിലൊരു മറ്റൊരു അനുഭവമാണ്. തീർച്ചയായിട്ടും യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, യാത്രയോട് ഇഷ്ടപ്പെടുന്ന ആളുകൾ മറ്റ് പല ദേശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലത്തെ അവിടുത്തെ ജീവിതശൈലിയിലൊക്കെ കലങ്ങി, അതായത് അതിലൊക്കെ കലർന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അതിൽ രണ്ടും നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു മഹത്വവും സുഖമൊക്കെ നമുക്ക് കിട്ടുന്നത്. ഏതായാലും ഞങ്ങളിങ്ങനെ ഈ ഒരു നെൽപ്പാടത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി നമ്മുടെ പരിപാടി ബ്രോ ഇതില്ലേ ആ തണ്ണി കുളിക്കരുത്, ഇത് ഇതായത് കിണറാണ്. നീർക്കോലിയൊക്കെ ഉണ്ടത്, ഇത് നല്ല വെള്ളം ഉണ്ടല്ലോ. ഇത് കുടിക്കുന്ന തന്നെയാ? അതെയാ. പിന്നെ വേണമെങ്കിൽ അവിടെ ഒരു കിണർ ഉണ്ട്, ഒരു കുളം പോലെ കിണറുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഇതിൽ കുളിക്കാന്ന് കരുതി. ഇവിടെ എവിടെ ഇത് അത് മോട്ടർ വെച്ചേക്കാം. സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ വെള്ളം വരും. ഉണ്ടാവും. ഇനി എന്താ വെച്ചാൽ ഇനി ഇവിടെയൊക്കെ നിന്ന് സുഖസുന്ദരമായിട്ടൊന്ന് കുളിക്കാം. കുളി കഴിഞ്ഞിട്ട് കാണാം അല്ലേ. മോട്ടർ ഓഫാക്കി വെള്ളം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. മോട്ടർ ഓഫാക്കി ഇനി ഞങ്ങളൊന്ന് കുളിക്കട്ടെ. കുളിച്ചിട്ട് നമുക്ക് ഇവരുടെ ഗ്രാമത്തിൽ ഇവിടെ ഞങ്ങളുടെ സാധനങ്ങൾ വണ്ടിയൊക്കെ അവിടെയാണല്ലോ. ഇന്ന് വണ്ടിൻ്റെ അടുത്ത് അല്ലാത്ത ഒരു ഇൻട്രോ ആയിരുന്നു തുടക്കം. കൈസ് അപ്പോൾ നമ്മൾ കണ്ട കിണറ്റിലല്ല നമ്മുടെ കുളി, വേറെ കിണറുണ്ട്. അതായത് നമ്മൾ നിന്നിരുന്നത് അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു വരമ്പിലൂടെ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കിണറുണ്ട്. ഇതിലതാ കുക്ക് കുളിച്ചുകൊണ്ടിരിക്കണേ. ചാടിയോ? ഒരു ചാട്ടം കൂടിയും ചാടുമോ? ഓ അപ്പൊ ഇവിടുന്ന് ചാടിയുള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഇവിടുന്ന് ചാടാനുള്ള പരിപാടിയിലാണ്. അത് പൊളിക്കും. നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ചെക്കന്മാരൊക്കെ പോയി. ഇപ്പോൾ വേറെ 2 ചെക്കന്മാർ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇവരെ മനസ്സിലാവാത്ത കേടാണ്. കാരണം അവർക്ക് എന്തായാലും നമ്മളെ മനസ്സിലായിട്ടുണ്ട്. അല്ലടാ, നമുക്ക് ആരും പേരും കൂടി അത്ര ഉണ്ട് അല്ലേ? ചോദിക്കാൻ തന്നെ മടിയായിപ്പോ. കൊക്കുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനാണ് കുളിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ചാടിയാൽ നയിക്കും. ഇവർ പറയണമെന്ന് വെച്ചാൽ ഇതുമെന്നൊക്കെ ഒരു ചെങ്കോല ചെയ്തിട്ടേ, അതായത് ഇവിടെ നിന്നൊക്കെ ചാടി ചെങ്കോല ചെയ്ത് ചാടുന്നൊക്കെയാണ്. അതായത് ഇവിടുത്തെ ചെക്കന്മാര് ഇങ്ങനെ പോകുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പോകില്ല, ഇങ്ങനെ ചാടാ. മൂക്കൊപ്പി ചാടിക്കും, മൂക്ക് അടിച്ച് കയറുള്ളൂ. ഏതായാലും ഇത് ഭയങ്കരമായിരിക്കും. നല്ല ഹൈറ്റ് ഉണ്ട്. ഇറുകിച്ച് ഞാൻ ഒന്ന് അടിയിൽ ഇറങ്ങിയിട്ട് ചാടണോ? അങ്ങനെ മേലെ കുതിക്കണ. எப்படியா கைட்டு അടിപൊളി ചാടുമ്പേ എന്തേ പേടി പേടി കുളിക്കാൻ ഇഷ്ടല്ല? കുളിച്ചാ കുളിക്കാൻ മാറ്റാണ്. ഒന്നരടം കുളിച്ചേ. അങ്ങനെ കുളി കഴിഞ്ഞ് ഞങ്ങൾ ഈ പാടത്തിൻ്റെ കരയിലൂടെ, ഈ വരമ്പിലൂടെ നടന്ന് അങ്ങനെ പോവുകയാണ്. ഈ ഒരു ലൈഫ് ഇവരൊക്കെ വളരെ ഹാപ്പിയാണ്. പക്ഷേ എങ്കിൽ നമ്മളുടെ സൗകര്യം വെച്ച് നോക്കുമ്പോൾ സൗകര്യങ്ങൾ കുറേയൊക്കെ കുറവാണ്. പക്ഷെ ഉള്ളതിൽ ഇവർ സന്തോഷമാകുക അല്ലേ? ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇവരെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് മെയിനായിട്ട്. ഇവർ തമ്മിലുള്ള ബന്ധം എപ്പോഴും അവർ ബഹുമാനം കീപ്പ് ചെയ്യുന്ന ആളുകളാണല്ലോ. നല്ല ബഹുമാനമുള്ള ആളുകളാണ് ഈ തമിഴ്നാട്ടുകാർ. കുട്ടികളെപ്പോലും വളരെയധികം ബഹുമാനിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക്
ഇവരുടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഇവരുടെ അതേ ഒരു ശൈലി നമ്മൾക്കും കയറി വരുവാണ്. ഇത് ഫുള്ളായിട്ട് നെല്ലാണ്. ഓ ഏതായാലും ഓട്ടോ ലൈഫിൽ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. കുറേ ആയി ഞങ്ങളിത് ഇത്തരത്തിലൊരു ലൈഫ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടണമെന്ന് കരുതുന്നു. അത് ഈ ഒരു യാത്രയിലാണ് സാധ്യമായത്. ഇന്നത്തെ യാത്ര പറയുമ്പോൾ വളരെ സന്തോഷമില്ല. അതെ അതെ, ഹാപ്പി മൂഡിലാണ്. ഇവിടെ ആ ഒരു തലക്കിലാണ്. അവിടെ ഇവിടെയാണ് നമ്മുടെ വണ്ടി. ഷീറ്റ് കൊണ്ട് മറിച്ചൊരു വീടാണ്. പക്ഷേ വീടൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള വീടുകൾ തന്നെയാണ്. ഇപ്പം ഇന്നലെ നമ്മളൊരു വീട്ടിൽ ഞങ്ങൾ AC റൂമിലായിട്ട് കിടന്ന് ഞാൻ കാണിച്ചു തരാനായിട്ട് ആ റൂമിലേക്ക് പോകണതിൻ്റെ വാച്ച് അവിടെ മറന്നുപോയി. ഇന്നലെ വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തിയേക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ വണ്ടിയിലല്ല കിടന്ന പറഞ്ഞില്ലേ. ഇവിടെ ആ സച്ചിൻ എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് കിട്ടിയുള്ള ഫ്രണ്ടാണ്. അവൻ്റെ വീട്ടിലാണ് കിടന്നത്. അവർ ഇവിടെ ചെറിയ വീടാണെങ്കിലും ഇവർ AC ഒക്കെ വെച്ചിട്ടുണ്ട്. AC റൂമിലേക്ക് ഇന്നലെ ഞങ്ങൾ കിടന്നത്. അതാ പറയുന്നത്. നമ്മുടെ വണ്ടി ഇങ്ങനെ വരെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഈ ഒരു വാർത്തയിൽ നമ്മൾ കിടന്നത് ഈ വീടിൻ്റെ അവിടെ ബാക്കിൽ ആ പച്ച പെയിൻ്റ് അടിച്ച് കൊണ്ടല്ലോ അതിൻ്റെ ബാക്കിലാണ്. അവിടെ പോകണം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അതാണെങ്കിൽ സ്വീപ്പായി പോകും അല്ലേ. ഫോണ് ചാർജിങ്ങിൽ ഇട്ടേക്കാം. നമ്മുടെ വീട്ടിൽ കറണ്ട് കാര്യമൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ടല്ലോ. AC ഒക്കെ ഉണ്ട് കാരണം കറണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചാർജ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ ഫോണ് ചാർജ് ആയില്ല. കുളിക്കാൻ പോയില്ല. നേരത്തെ നീച്ചു. ഇവിടെ ഞങ്ങൾ ഇത്രയും നേരത്തെ നീക്കാറില്ല. 6 മണിക്കൊക്കെ നീച്ചു. ഇതാണ് ഒരു വീട്. ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിലാണ് നമ്മൾ. எங்க வாட்ச் அங்கே மறந்து வச்சே கைமை கட்ட வாட்ச் இருக்குல்ல அது அங்கே இருக்க എടുത്തിട്ടെ. ഈ വീട്ടിലാണ് ഞങ്ങൾ ഇന്നലെ കിടന്നത്. കിടന്ന വീട് എന്താ വെച്ചാൽ വീടുകളൊക്കെ ഒരേപോലെ ഇട്ടേ രാത്രി കളറ് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ രാവിലെ തന്നെ ചാണകമൊക്കെ തളിച്ച് അത് വാങ്ങരുത്. സച്ചിൻ പോയിട്ടാ? അപ്പൊ ഇന്നലെ ഞങ്ങള് കിടന്ന റൂം ഇതാട്ടോ. ഓക്കെ. ഇവിടെ പിന്നെ ഒരു അച്ഛമ്മ അല്ല സച്ചിൻ്റെ അച്ഛമ്മ ഇവിടെ കിടന്നു. ഇവിടെ വേറെ ആരും ഇല്ലോണ്. അതാണ് ഈ അമ്മ വന്നിട്ടാണ്. അങ്ങനെ നമ്മൾ ഇതുവഴി ഇങ്ങനെ നേരെ അവിടെ ഇറങ്ങി പോവാം അല്ലേ. വണ്ടിക്ക് തന്നെ പോട്ടെ. രാവിലെ ഇനിയിപ്പോൾ ഇവിടുത്തെ കുക്കിങ് കാര്യമൊക്കെ എന്താ പറയില്ല. കുക്ക് ചെയ്യാനൊക്കെ പറ്റുമോ കയ്യോ എങ്ങനെ ഒന്നും മനസ്സിലാവണില്ല. ചിലപ്പോൾ പറ്റുവാണെങ്കിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ. ചെക്കന്മാരെ കുറെ എത്തിക്കഴിഞ്ഞു. ഏയ് പപ്പാ ഇങ്ങ പറ പവിൻ. ആ തമ്പിയാ. ഓ പ്രവീണാണ് പോലോ. പർവീൻ. പ്രവീണല്ല പർവീൻ. നമ്മളെ തന്നെ ഓൾഡായിരുന്നു അല്ലേ. പ്രവീണല്ല പർവീൻ. എന്തൊക്കെയാലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. രാവിലെ തന്നെ ചായ മാത്രമല്ല ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് പിന്നെ അതിലേക്ക് പിന്നെ നമ്മുടെ അതിൽ അവിലുണ്ട്, അതുപോലെ ബ്രെഡ് ഉണ്ട്, റസ്ക് ഉണ്ട്. അത്ര ഇന്നലെ വാങ്ങിയ ബെന്നുണ്ട് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് ചായ കുടിക്കുന്നത്. വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ വെറും ചായ മാത്രം ഉണ്ടാക്കുന്നത്. ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. ഞങ്ങൾ ഇവിടെയുള്ള ക്ഷേത്രത്തിലേക്ക് അരുണാചല ടെമ്പിളിലേക്കാണ് പോകുന്നത്. തിരുവണ്ണാമലയിൽ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ വലിയ ഗോപുരങ്ങളൊക്കെ ഉള്ള അതിഗംഭീരമായ ക്ഷേത്രമാണ്. ശിവനാണ് അവിടെ പ്രതിഷ്ഠയുള്ളത്. അവിടേക്കൊന്ന് പോകണം. ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ വേണ്ടി പറ്റില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ ലീവുണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അലോഡില്ല. ഞങ്ങളെ ചായ കാണാൻ എത്ര ആൾക്കാരെ എത്തിയിട്ടാണ്. ഈ ആൾക്കാരൊക്കെ ഞങ്ങളെ ചായ കാണാനാണ് ഇവിടെ. ഇവരിവിടെ കട്ടൻ ചായ കുടിക്കല്ല, ഇവരൊക്കെ പാലാണ്. അപ്പൊ ഞങ്ങള് അമ്പലത്തിലേക്ക് പോവാണ്. നമ്മുടെ കൂടെ ഒരാളുണ്ട്. ഒരാൾ മാത്രമല്ല, ചെക്കന്മാരൊക്കെ ബൈക്കുമ്പോൾ പോയി അല്ലേ. ഇവിടുത്തെ ചെക്കന്മാർ നമ്മളൊക്കെ പോരുന്ന നമ്മളെ കൊണ്ടുവന്ന ചെക്കന്മാര് ഒക്കെ ബൈക്കുമ്പോൾ പോയി. അങ്ങനെയെങ്കിൽ നമ്മുടെ വണ്ടി ഇവിടെ കുറച്ചൊക്കെ ഭദ്രമായിട്ട് നിർത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ പാർക്കിംഗ് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രതാ കാണുന്ന അവിടെയാണ്. അവിടേക്ക് എത്തണം. പിന്നെ ഞങ്ങളുടെ കൂടെ ചെക്കന്മാരുണ്ടല്ലോ, അപ്പോൾ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അവിടെ. അത് ക്ഷേത്രത്തിനകത്ത് പോകണം. ഞങ്ങൾ മുണ്ട് മേച്ചാൽ ചേഞ്ച് ആക്കി. ഈ മുണ്ടാണെങ്കിൽ പറ്റുമെന്നാണ് അവർ പറയുന്നത്. മറ്റേ കള്ളി ആയിട്ടേക്കാരം ലുങ്കി പോലെയല്ല കാണാം. ലുങ്കി ഒന്നും ഇപ്പോൾ ഇവിടെ കയറ്റണില്ല. അപ്പോൾ ഈ മുണ്ടാണെങ്കിൽ കയറ്റും, കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ മുണ്ട് എടുത്തിട്ട് പോകാമല്ലോ അല്ലേ. അകത്ത് കയറാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. കള്ളിയായിട്ടാണ് അത്. എന്നാൽ പിന്നെ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെയെങ്കിൽ ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. എല്ലാവർക്കും തമിഴ്നാട്ടിൽ തിരുവണ്ണാമലയിൽ
ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഒരു ഗോപുരം ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗോപുരം എന്ന് പറയുന്നത്. അത് നല്ലൊരു വ്യൂ തരാൻ നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുവാണ്. ഇതാണ് ഇവിടെ ഉള്ളത്. അതായത് ഇതുപോലത്തെ 4 ഗോപുരങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് ഈ കാണുന്നത്. ഏറ്റവും വലുതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള വ്യൂ ആണ്. നമ്മളതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മേലേക്ക് ഇങ്ങനെ നോക്കേണ്ടി പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്. എത്ര നിലകൾ നോക്കാം? 1 2 3 4 5 6 7 8 9 10 11 നിലകളാണുള്ളത്. ഇതിന് നീളം എന്ന് പറയുന്നത് 66 മീറ്റർ. അതായത് അപ്പോൾ എത്ര 66 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 200 അടിയോ 200 ജില്ല അടിയില്ലേ? കറക്റ്റ് എനിക്കറിയില്ല. 200 ജില്ല അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് വമ്പമായിട്ടുള്ള നിർമ്മിതിയാണ്. അതുപോലെ തന്നെ ഒരുപാട് വർക്കുകളാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിയുള്ള ഓരോ വർക്കുകൾ അതിഗംഭീരമാണ്. അതുപോലെ തന്നെ ഇതിന് നേരം ഉള്ളിലായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതുപോലത്തെ ഒന്ന് ചെറുതും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ശ്രീകോവിലിൻ്റെ അടുക്ക് പോകുന്നത്. അതുപോലെ തന്നെ 4 സൈഡിലുണ്ട്. നമ്മുടെ ചെക്കന്മാരിതാ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നൈറ്റിൽ ഇവരെല്ലാവരും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ബ്രോ ഇനി சொல்லுங்க உங்க பேர்? பார்த்தாக்கிங். நீங்கள்? சரவணன். ഓക്കെ. കാർത്തി. രാജ്കുമാർ കേരളത്തിൽ വർക്ക് ചെയ്ത ആളാണ്. എറണാകുളത്ത് EVM തിയേറ്ററിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. ഇനി നമ്മളെന്താ വെച്ചാൽ ഇവരാണ് നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇത് ഒക്കെ കാണിച്ചിരുന്നത്. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നതാണല്ലോടാ. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നതാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് പോയിട്ട് ഭഗവാനെ കണ്ട് അതിനകത്ത് പോയത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇനി ഇവിടെ എന്താ വെച്ചാൽ ഇതിൻ്റെ ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് നടക്കണം. അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു മണ്ഡപമുണ്ട്. ഇഷ്ടംപോലെ തൂണുകളിലൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ മേലെ സീലിങ്ങൊക്കെ നല്ല കളറാണ്, അടിപൊളിയാണ്. ഇവിടെ തന്നെ ഈ താഴത്ത് ഇഷ്ടംപോലെ ആളുകൾ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പൂക്കളും അത് പൂജാ സാധനങ്ങൾ തന്നെയാണ്. പൂക്കൾ, അതുപോലെ തന്നെ ഒരു സൈസ് പുല്ല് ഇതാ കിടക്കും. പിന്നെ ഗ്ലൗസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരുപാട് പേര് വിശ്രമത്തിന് വേണ്ടിയിട്ടും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ക്ഷേത്രത്തിൻ്റെ ഇവിടെ നിന്ന് കാണുന്നത് മെയിൻ റോഡാണ്. ഈ തിരുവണ്ണാമല ടൗണിൽ നടുക്കാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ഇവിടെയൊക്കെ ഭക്തരുടെ ഓരോ വിളക്കും കാര്യം കത്തിച്ചാണ്ടല്ലേ. ഇവിടെ നാളികേരം ഉടക്കുന്നുണ്ട് അവർ. നാളികേരം വെച്ച് അത്തരത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്. ഇതിലൊക്കെ ഇഷ്ടംപോലെ കച്ചവടങ്ങളാണ്. നാളികേരം, അതുപോലെ എണ്ണ, നെയ്യ് കാര്യങ്ങളൊക്കെ. നമ്മൾ പുറത്തേക്ക് എത്തിയാലുള്ളൊരു വ്യൂ ആണത്. ഒരു മനോഹരമാണ്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ തേരാണ്ടത്. അതായത് രഥമാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. കോയിലിക്ക് വന്ന പട്ടാടി നീ പൊട്ടി വയ്ക്കാൻ പോയിനായിരുന്നു. ഗൈസ് ഇവന് പൊട്ട് വെക്കണം എന്നാണ് നിർബന്ധം. പൊട്ടി വയ്ക്കണുമ്പா நாங்கள வச்சிரோம் பாரு. இது ரொம்ப அதிகமா ஆயிடுச்சு. அதெல்லாம் ஒண்ணு தச்சு அவ்வளவுதான். விடு. எல்லாம் அப்படிதான் வைப்பாங்க. எல்லாரும் அப்படிதான் வைப்பாங்க. எல்லாம் தின்னு வச்சிருக்கணும். ഓ ഇത് എത്ര ഇത് നമ്മളാകെ പർവ്വതമല പോയ പോലെ കാട്ടിട്ടവര്. ഇനിയുള്ള പരിപാടി ഇതിൻ്റെ നെക്സ്റ്റ് ഗോപുരം എടുക്കില്ലേ, സുത്തിപ്പാക്കണം വാങ്ങ. 25 ഏക്കർ, അതായത് 10 ഹെക്ടറിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു സമുച്ചയമുള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത്രയും അധികം സ്ഥലമുള്ള ഒരു ക്ഷേത്രമാണ്, വലിയൊരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ നായക്കർ രാജവംശം നിർമ്മിച്ചതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്ന് ഈ ഒരു ഗോപുരമാണ്. ഈ ഒരു ഗോപുരത്തിനാണ് ഇത്രയും പ്രത്യേകതകളുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റാണ് മെയിനായിട്ട്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. ആ ഹൈറ്റ് മാത്രമോ, നമ്മൾ ഇത്രയും ഹൈറ്റ്, അതായത് ഞാൻ പറഞ്ഞ അത്രയും അടി ഉയരത്തിൽ, അതായത് 200 സംതിങ് അടി ഉയരത്തിൽ ഈ ഒരു ഗോപുരം നിൽക്കുമ്പോൾ അത് വെറും ഒരു ഗോപുരമായിട്ടാണ് നിൽക്കുന്നത്. അതും അത്രയും വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗംഭീരം എന്താണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കച്ചവടങ്ങളാണ്. പിന്നെ എനക്കൊല്ല മാല, പൊട്ട്, പൂവ് എന്നതൊക്കെ വേണോ? വേണേ കൊണ്ടേക്കോ. അതിനെ ധാരാളം. അതൊന്ന് കുറച്ച് കുറക്കണം നമുക്ക്. ഇത് ഓരേ ആണ്ട് അടിച്ചേക്കാണ് നെറ്റിമൊക്കെ ചെക്കന്മാരെ. അവർ വരുന്നുണ്ട്. വാ, ഇവിടെ ഉണ്ടോ കല്ലൊക്കെ ഉണ്ടോ? സാമ്പ്രാണിയാ ഇത് എന്തിനുള്ള നമുക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ബ്രോ அந்த கல் எதுக்கு? சாம்பிராணி. சாம்பிராணி அது? சாம்பிராணி. അത് സാമ്പ്രാണി അത് പരിപാടി ചോദിച്ചാൽ മതി. ഇത് നമ്മളെ ഇങ്ങനെ കൂമാടണം ഇടക്കിടക്ക്. മനസ്സിലായോ? കേട്ടില്ല.
ആ വേപ്പിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുണ്ട്. അതുപോലെ ഈ വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ആയിരുന്നു നമ്മളുടെ വണ്ടിക്ക് നമ്മൾ വെച്ചിരുന്നത്. കുക്കും അത് അത്തരത്തിലാണ് വെച്ചിരുന്നത്. ആ ഒരു വേപ്പിൻ്റെ എല്ലാം പറയുന്നത് അത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട് കയറിയപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ചൊന്ന് ചലിച്ചതാണ്, വച്ചതാണ്. ഇതിലെ കണ്ട ഇഷ്ടംപോലെ കച്ചവടമാണ്. ഇതിലാണ് അതായത് നമ്മൾ ഈ ഒരു ഗോപുരത്തിനകത്തേക്ക് പോകുന്ന വഴി അതിലെയാണ്. അതിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ധാരാളം കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. വിളക്ക്, മാല, കയ്യമ്മ കെട്ടണ ചരട്, അത്തരത്തിലുള്ളതെല്ലാം. അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ, നെയ്യ്, വിളക്ക്, നാളികേരം തുടങ്ങിയവ. പിന്നെ ഈ സൈഡ് നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ വരണമെങ്കിൽ എന്തായാലും നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 10 രൂപ ഇതുക്കുള്ളിയാ അതിനുള്ളിൽ ഏതെടുത്താലും 10 റുപ്യ കിട്ടും. അതാണ് ഇവിടെ ക്ഷേത്രത്തിന് ആന ഉണ്ടായിരുന്നു അല്ലേ. ആ ഇതിൽ വഴിയുണ്ട്, ഇത് കാണാൻ വേണ്ടി പറ്റും. ക്ഷേത്രത്തിന് ആന ഉണ്ടായിരുന്നു. അപ്പോൾ ആന ചെരിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇതിങ്ങനെ കാലിയൊക്കെ കിടക്കുവാണ്. ആനക്കുള്ള സ്മാരകം ആക്കിയിട്ട് ഇതുണ്ടാക്കിയതാണ് അല്ലേ. റുക്ക് നെയിം ഓക്കെ. റുക്ക ആനയുടെ നെയിമാ റുക്ക്. എത്ര വർഷാച്ച് എന്താ അവിടെ 1998 2018 എന്നടാ നല്ലൊരു കോമഡിയനാണ്. കൊള്ളാമാ. ഞങ്ങൾ 5 ആളാ 2, 4, 6 പേരാട്ടെ ഞങ്ങളുള്ളത്. 6 പേരുണ്ട് ഞങ്ങൾ. ഇവർ 4 പേരും ഞങ്ങൾ 2 പേരും. വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു ചെക്കന്മാർ. പക്ഷേങ്കിൽ അവരുടെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ പോയേക്കാണ്. പിന്നെ ക്ഷേത്രത്തിനകത്ത് ധാരാളം തൂണുകളൊക്കെ ഉള്ള വലിയൊരു സമുച്ചയമുണ്ട്. അതായത് വലിയൊരു ഹാളുണ്ട്. അതിനിഷ്ടംപോലെ തൂണുകളാണ്. അത് കാണാൻ തന്നെ അല്ലേ അതൊരു ഹൈലൈറ്റാണ് ആ തൂണുകൾ എന്ന് പറയുന്നത്. വിജയനഗര കാലത്ത് നിർമ്മിച്ച തൂണുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഹാളുകൾ കാണാൻ തന്നെ അല്ലേ. പില്ലറുകളെ അത് 1000 തൂണൊന്നും എന്താണ് അവർ പറയണത്. അതിന് കറക്റ്റായിട്ട് എനിക്ക് അപ്പോൾ ആ ഒരു പേര് ഓർത്ത് വെക്കാൻ വേണ്ടി സാധിച്ചില്ല. എന്തായാലും അതിനകത്ത് അത് അടിപൊളിയാണ്. അങ്ങനെ വെസ്റ്റിലേക്ക് വന്നിട്ട് ആ ഒരു ഗോപുരത്തിനടുത്തേക്ക് എത്തണം. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഈ ഗോപുരത്തിൻ്റെ അപ്പുറത്താണ് നിന്നിരുന്നത്. ഓഹോ എമ്മ ഹൈറ്റാ. നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ട് അന്ന് വീഡിയോ നമ്മൾ ചെയ്തില്ല. അല്ല അന്ന് ഞങ്ങൾ നൈറ്റിൽ ഇവിടെ സ്റ്റേ അടിച്ച് നൈറ്റിൽ തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുക. അന്ന് തന്നെ ഭഗവാനെ കണ്ട് പോയത്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞങ്ങൾ ഇവിടുന്ന് പോവുകയുണ്ടായത്. ഇതാണ് തിരുവണ്ണാമല എന്ന് പറയുന്ന ആ മലനിരകളാണ്. താഴത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബ്രോ ഇங்கே ஏதா விசேஷ நாள் இன்னைக்கு இது കാർത്തിക ദീപമാ. അതായത് കാർത്തിക ദീപം. ഇവിടെ കാർത്തിക ദീപം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മറ്റേ വിശേഷ നാൾ. അതായത് ഇവിടുത്തെ ഒരു ആഘോഷം, ഉത്സവം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്ന് ഇവിടെ ഒരു ദശലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്താറ്. ഈ ഗോപുരത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് വൈഡായിട്ട് നിന്നാലേ കാണുള്ളൂ. ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നിലകൾ ഇതിനുള്ളിൽ കേട്ടോ. 10 നിലകളിലാണ്. അതുപോലെ തന്നെ ഒരുപാട് ദേവന്മാരുടെ രൂപത്തിലും ദേവീദേവന്മാരുടെ രൂപത്തിലൊക്കെ അവിടെ കൊത്തി വെച്ചിട്ടുണ്ടല്ലേ. ലക്ഷ്മിയുണ്ട്, വിഷ്ണുവുണ്ട്, ശിവനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ബ്രഹ്മാവുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ സങ്കല്പത്തിൽ കൊത്തി വെച്ചിട്ടുള്ളതാണ്. ഒക്കെ ഒരു ശ്രീകോവിലിൻ്റെ രൂപത്തിലാണ്. ഇപ്പോൾ ഇതൊക്കെ ഓരോ ശ്രീകോവിലിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ ഒരു തേൻകൂടാക്കാൻ നടക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇപ്പോഴത്തെ കൊത്തുപണികളൊക്കെ ഇവിടുത്തെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേ വേണമെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷേങ്കിൽ നമ്മൾ കയറി ഇറങ്ങിയതാണ്. എല്ലാ ഭാഗങ്ങളിലും അമ്മിണി അമ്മൻ ഗോപുരമാണ്. ഇതോടെ പേരാ. ഓ അമ്മിണി അമ്മൻ ഗോപുരം. ഓൻ വേണം ഫുള്ള് വിശ്വസിക്കാനും പറ്റില്ല കേട്ടോ. കാരണം ഓന് എന്തിനൊക്കെ പറയും. കോമഡി പയ്യ ഓൻ കോമഡി കാട്ടുണ്ടോ ഇടയ്ക്ക്. അതായത് കാർത്തിക നാളിൻ്റെ അന്ന് ഇവിടെ ഈ ഒരു മലയ്ക്ക് മേലെ ஏறணும். அங்கே அங்கே என்ன இருக்கும்? அங்கே என்ன இருக்கும்? கேமரா ஒன்று இருக்கும். கொப்பரை இருக்கும். கொப்பரா. ஆமாம், அது எண்ணெய் ஊற்றி ஏற்றும் திருச்சி. இது எஞ்சும் ஃபுல்லாக தெரியும். அதுக்கு மேலே தீ பற்ற வைக்கிறியா? ஆமாம். ஓ அப்படி. അതായത് അതിൻ്റെ മേലെ തീ കത്തിച്ചു. അതായത് ആ മലേൻ്റെ മേലെ അല്ലേ? അങ്ങനെയാ? ആ അത് യാർ പത്തിക്കരുത്? കോയിൽ ആളുകൂടെ. ആ ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു പറയാമെന്ന് വെച്ചാൽ ഒരുപാട് ഭക്തജനങ്ങളായിരിക്കും അന്നത്തെ ദിവസം. നമ്മളോടൊക്കെ തീർച്ചയായിട്ടും വരാനാണ് പറഞ്ഞത്. ഡിസംബറിലേ അത്
ഡിസംബർ ആ ഡിസംബർ മാസത്തിലാണ് ആ ഒരു ഫെസ്റ്റിവൽ 10 ആ ഓ 10 ദിവസത്തെ ഉത്സവമാണ് 10 ദിവസമാണ് ഉണ്ടാവുക അതിൽ എനിക്ക് വിളക്കറിയാ 10ാം നാളോ ലാസ്റ്റ് നാൾ ആ ലാസ്റ്റ് ദിവസമായിരിക്കും വിളക്കറിയ അപ്പോൾ എന്താ വെച്ചാൽ ആ ടൈമിലാണ് വരേണ്ടത് നമ്മളപ്പോൾ വന്നാലാണ് അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കിട്ടുക അല്ലെങ്കിൽ ഒരു 3 ദിവസം മുന്നേ വന്നാലും മതി പിന്നെ ഈ ഒരു എന്താ ക്ഷേത്രത്തിൻ്റെ പരിസരം ഉണ്ടല്ലോ ഇത് എന്താ ചോളന്മാരുടെ കാലത്ത് അവർ വരച്ചിരുന്നു 4 പതിറ്റാണ്ട് കാലമൊക്കെ അവർ ഈ ഒരു ഏരിയ തിരുവണ്ണാമല എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ മൊത്തത്തിൽ വെച്ചിരുന്നു ക്ഷേത്രത്തിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ടോയ്ലറ്റുകളുണ്ട് ഇത് ഞങ്ങൾ വന്ന ടൈമിൽ ഇത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു അന്ന് നമ്മളിപ്പോൾ വന്നിട്ടൊരു വർഷമായി അന്ന് ഓപ്പൺ അല്ലായിരുന്നു അത് നമ്മുടെ വണ്ടി നിർത്തിയിരുന്നത് ഇവിടെ ഈ ഒരു ടോയ്ലറ്റിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് നമ്മുടെ വണ്ടി നിർത്തിയിരുന്നത് അന്ന് നല്ല രസമായിരുന്നു പക്ഷേ ഈ റോഡിൻ്റെ വർക്കൊക്കെ നടക്കണുള്ളൂ ഇപ്പോൾ റോഡൊക്കെ ടാർ ചെയ്ത് പാർക്കിംഗ് ഒക്കെ സൂപ്പറായി ക്ലീനിങ് കുഴപ്പമില്ല പക്ഷേങ്കിൽ പാർക്കിംഗ് സൈഡൊക്കെ ഒന്നുകൂടി ക്ലീൻ ആവേണ്ടതുണ്ട് അത് ചെയ്തിട്ടില്ല ഓ ഈ മല എന്ന് പറഞ്ഞാൽ അതാണ് തിരുവണ്ണാമല എന്ന് പറയുന്നത് ആ മലേൻ്റെ മേലെയാണ് ആ ഒരു തീയൊക്കെ കൊളുത്തി വലിയൊരു ആഘോഷമാണ് അത് ഇവിടുത്തെ കാണേണ്ട ഒരു കാഴ്ചയാണ് പറ്റുവാണെങ്കിൽ ഒരു ദിവസം അത് വന്ന് കാണണം ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നിങ്ങൾക്കും പറ്റുന്നവർ വരാം കാരണം അതിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടിയിരുന്നു ഇവിടെ നിന്ന് തല പൊന്തിച്ച് നോക്കുക എന്നല്ലാതെ വേറെ രക്ഷയില്ല ഇവിടെ അതാണ് നമ്മൾ പോകുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ ആ അത് കോൺക്രീറ്റ് ഫുള്ളായില്ല വൈക്കോലിട്ട് ചാക്കൊക്കെ ഇട്ട് ആ ഇത് ആ വൈക്കോലൊക്കെ ഇട്ട് ഉണക്കാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു അല്ലേ ആ ഇപ്പോഴാണ് അത് ഒന്നുകൂടി ഇപ്പോൾ ടാറിങ് ഒക്കെ കഴിഞ്ഞ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് സെറ്റായി നമ്മളെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ നമ്മളെ ചെരുപ്പ് നമ്മൾ കയറുന്ന ആ ഒരു ഗോപുരത്തിൻ്റെ സഹായത്താണ് അപ്പോൾ അവിടെ വരെ പോകണം അവിടെ പോയിട്ട് അതെടുക്കണം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇനി அடுத்த സ്ഥലം ഉണ്ട് ഇവിടെ அந்த அகோரிங்கெல்லாம் இருக்கிற இடம் இது கிரிவல ரோடு போகணும் 10 கிலோமீட்டர் அங்கே என்ன சொல்லுவாது பேர் என்ன கிரிவலம் ആ എത്ര കിലോമീറ്റർ இருக்கும் 14 കിലോമീറ്റർ ആ 14 കിലോമീറ്റർ വരെ വരില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് ഞങ്ങൾ പോകുന്നുണ്ട് അല്ലേ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോയാൽ കൊള്ളാം എന്നുണ്ട് അതൊന്ന് കാണുന്നുണ്ട് അതുപോലെ ഈ ക്ഷേത്രം തന്നെ കണ്ടു ദർശിച്ചു ഭഗവാനെ കണ്ടു ഇനി നമ്മുടെ ചെരുപ്പ് എടുക്കുന്നു പോകുന്നു ഇതിലെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് ഇതിൽ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ ആ കണ്ടിരുന്ന 66 മീറ്റർ ഹൈറ്റൊന്നും ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈറ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല വേലൂർ തിരുപ്പതി എൻ്റെ കുറിയൊക്കെ ഞാൻ വായിച്ചോ ഞങ്ങളെ ഇവരെയും കൊണ്ട് ഓരോ ചായ ഇവിടെ നിന്ന് കുടിച്ചു കാരണം ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാന്ന് പറഞ്ഞ ടൈം എടുക്കില്ല അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇനിയാണ് പോകാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇവരോട് യാത്ര പറയുകയാണ് ഞങ്ങൾ പോവുകയാണ് കാരണം ഇന്നത്തെ ഒരു ദിവസം തന്നെ അല്ലേ ഇതിലിപ്പോൾ നിന്നിട്ട് വല്ലാത്തൊരു ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൂടി നിന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ അങ്ങനെ അവിടെ നിന്നിട്ട് കാര്യമല്ലോ ശരി ഞാൻ പറയാം ബൈ നെക്സ്റ്റ് ടൈം ഓക്കെ ഇവർ മാത്രമൊന്നുമല്ല കേട്ടോ നമ്മൾ കുറേ ആളുകളുണ്ട് എങ്കിലും ഓരോ നാളെ കൂടെ ഇപ്പം ഇങ്ങോട്ട് പോകുന്നിട്ടില്ല ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാ ദിവസവും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ശരി ഞങ്ങൾ പോരെ ബൈ ബൈ ബ്രോ ബൈ അങ്ങനെയെങ്കിൽ ഞങ്ങൾ പോന്നു ഞങ്ങൾ ഇറങ്ങി ഇനി ഈ തിരുവണ്ണാമലയുടെ മറ്റ് പല ദേശങ്ങളിലേക്ക് ഞങ്ങൾ ചേക്ക് കയറുവാണ് അല്ലേ ഏതായാലും ഇത് ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ അവരുടെ വീട്ടിൽ ഞങ്ങളെ സച്ചിൻ എന്ന് പറഞ്ഞ ഒരുത്തുണ്ട് പക്ഷേങ്കിൽ അവൻ്റെ വീട്ടിൽ ഞങ്ങൾ കിടന്നതേ അവനക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അവരങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഇല്ലെന്നാണെങ്കിൽ അവരൊക്കെ പരിചയപ്പെടാറുണ്ട് ഞങ്ങൾ മറ്റേ അഘോരികളടുത്ത് പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇവിടെ പൗർണമിയാണ് ഇവിടെയല്ല ഇന്ന് പൗർണമിയാണ്
അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ നല്ല കൂട്ടമായിരിക്കും എന്ന് പറയാം, നല്ല ജനങ്ങളായിരിക്കും. അതിൽ വണ്ടിയിൽ പോലും നമുക്ക് പോകാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ആ ഒരു മല ഫുള്ളായിട്ട്, ഈ ഒരു മലയാണത്, അത് ഈ തിരുവണ്ണാമല ഫുള്ള് ചുറ്റി വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അതോടുകൂടി അവിടെ തീരും. പക്ഷേങ്കിൽ ഇന്ന് അവിടെ പോയാൽ നമ്മുടെ വണ്ടി കൊണ്ട് കറങ്ങിയിട്ട് നമുക്ക് പോരാൻ വേണ്ടി പറ്റില്ല. നടന്ന് പോകേണ്ടി വരും. നടന്ന് പോകാൻ 14 കിലോമീറ്റർ ഉണ്ട്. 14 കിലോമീറ്റർ നടക്കണം. ഒരാൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ആളുകളെല്ലാം നടക്കുന്നുണ്ടാവും. 14 കിലോമീറ്റർ ചുറ്റി വരണം. അവരുടെ വിശ്വാസം എന്താ വെച്ചാൽ ആ മല ഉണ്ടല്ലോ, ആ മല ചുറ്റി വന്നാൽ അവരെ ഏത് ആഗ്രഹവും സാധിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അതായത് ഈ 14 കിലോമീറ്റർ നടന്നു വന്നാൽ അത് നടക്കായൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം അവിടെ നിന്നിട്ടൊക്കെ നടക്കേണ്ടി വരും. ഒരു ദിവസം അവിടെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പാണ്. ഞങ്ങൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിറ്റൂരിലേക്ക്, ആന്ധ്രയിലേക്ക് പിടിക്കുവാണ്. ഇനി ആന്ധ്രയിലേക്ക് ഇവിടെ വലിയ ദൂരമൊന്നുമില്ല. ബോർഡറിലേക്ക് ഒരു 80 കിലോമീറ്ററോ 70 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ചിറ്റൂരിലേക്ക് 100 കിലോമീറ്റർ ഉണ്ട്. തിരുവണ്ണാമലയിൽ നിന്നും ആന്ധ്രയിലേക്ക് പോകുന്ന വഴിയാണ്, ഹൈവേ ആണ്, സ്റ്റേറ്റ് ഹൈവേ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇന്നത്തെ കുക്കിങ്, ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത സ്ഥലമാണ്, വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ടാണ് ഇവിടെ ചോദിക്കുക. കാരണം ഞങ്ങൾ കുറേ നേരെ സ്ഥലം തപ്പണം. ഇത് റോഡ് മേലെയും തൊട്ടപ്പുറത്തൊക്കെ പാടമായതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ താഴെയാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു സ്ഥലം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്തിട്ട് പോകാൻ നേരി. ഇപ്പം തന്നെ 12:30 ആയി. ഇനിയിപ്പോൾ വെച്ചാലേ ആവുള്ളൂ അല്ലേ? കറിയായിട്ട് ഇപ്പം എന്താ? കറിയായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നലത്തെ അതേ ഐറ്റം തന്നെ. അതിൽ എന്താ വെച്ചാൽ മുട്ടേനെ ഒഴിവാക്കിയിട്ട് നമുക്ക് വല്ല മമ്പയർ ചെറുപയർ വെക്കാം. മമ്പയർ ചെറുപയറാണ് വെക്കുന്നത്. എന്നാൽ പിന്നെ ഞങ്ങളതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ചെങ്ങന്മാരെ വേറൊരു സംഭവം ഉണ്ടായി. ഗ്യാസ് തീർന്നു ഇല്ലടാ. ഗ്യാസ് തീർന്നിടിച്ച് ചോറായിട്ടുണ്ട്. മുട്ട വെക്കണ അവനവിടെ അങ്ങനെ ഗ്ലാസ്സിൽ കലക്കി വെച്ചിട്ട് മുട്ട എടുക്കണ്ടെന്ന് കരുതിയതാണ്. പക്ഷേ എങ്കിൽ ഞങ്ങളെ മമ്പയർ വന്നവിടെ ചിന്തിപ്പോയി. അപ്പോൾ ഇനി എടുക്കണ്ടെന്ന് കരുതി മടിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അച്ചാറില്ലേ, അച്ചാറും കൂട്ടി ചോറിന് കാവ് കൂട്ടിയിട്ട് അച്ചാറും കൂട്ടി ചോറിന്. ഇനി നമുക്ക് ഗ്യാസ് കിട്ടണം, ഗ്യാസ് നടക്കണം, അത്തരം പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലേ, ഞങ്ങളുടെ അച്ചാറും കൂടി ചോറിനട്ടെ. അല്ലാന്താ അതൊക്കെ എടുത്തേക്കാം. ഒക്കെ വെയിലത്താണ്. ഞാൻ അവിടെ നിന്നൊക്കെ എടുത്തിട്ട് വണ്ടി കയറ്റിയിട്ട് ഗ്യാസ് എവിടെ കിട്ടും അത് നോക്കണം. നമ്മൾക്ക് ഗ്യാസ് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 49 കിലോമീറ്ററോളൊക്കെ പോകണം. കാരണം ഇന്ത്യൻ ഗ്യാസ് ഇവിടെ എവിടെ ഇല്ല പോലോ. ഇന്ത്യൻ ഗ്യാസ് ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ അടുത്തൊന്നും പെട്രോൾ പമ്പിലും കൂടി ഈ സാധനം കിട്ടില്ല എന്ന് പറയും, ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും ദൂരം പോകണം. ഞങ്ങളിപ്പോൾ വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാവും ഇന്നത്തെ സ്റ്റേ വരിക. ഏകദേശം 45 കിലോമീറ്ററിന് അവിടേക്ക് വരുന്നത്. അപ്പോൾ അവിടെ അടിക്കാന്ന് കരുതി. അപ്പോൾ ആ ഒരു ടൗണിലായിരിക്കും ഇതുണ്ടാവുക. തിരുപ്പതിയിലേക്കൊക്കെ പോകുന്ന ഒരു ഹൈവേ ആണ്. ഇവിടെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ നേരം വരെ ഗ്യാസ് കിട്ടിയില്ല കേട്ടോ. ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്. ഇത് വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ കിട്ടണമെങ്കിൽ നാളെ ആവുള്ളൂ. നാളെ കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ 5:30 സമയമായില്ല. ഇപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇനി നാളെ. ഇന്ന് ഇവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്. ആ ഭാഗത്തേക്ക് വിട്ടുകൊണ്ട് നിൽക്കണം. അവിടെ ഇടയിലേക്ക് നമുക്ക് സ്റ്റേ കിട്ടുവാണെങ്കിൽ സുഖമായി. ഇല്ലെങ്കിൽ ഇപ്പോൾ എവിടെ കിടക്കും എന്നുള്ളത് ഒരു ചോദിച്ചിട്ടാണ്. കാരണം ഇത് ബോർഡർ ഏരിയയാണ്. ഇവിടെ നന്നായിട്ട് പേടിക്കണം. ഈ ബോർഡർ ഏരിയകൾ നമ്മളെല്ലാം പേടിക്കണം. ഞങ്ങൾ ഈ അമ്പലങ്ങൾ വരാനുള്ള കാര്യങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഈ പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പാർക്കിംഗ് ഉണ്ട്. ഇതിൽ നിൽക്കുവാണ് ഞങ്ങൾ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുവാണ്. ഈ അമ്പലത്തിലാണ് ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത്. ഇല്ലടാ മോനെ? അതെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് കയറുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വരുമല്ലേ? എന്താ 70 കിലോൻ്റെ സ്വർണം കൊണ്ടുള്ള വിഗ്രഹം എന്തൊക്കെയാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ നാളെ പറഞ്ഞുതരാം. ഇതിനകത്ത് കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റൂല. അവിടെ വീഡിയോ അലോഡില്ലാന്ന് തോന്നുന്നു. ഞാൻ അത് ചോദിച്ചു നോക്കണം കേട്ടോ. പൈസ. അപ്പോൾ ഞങ്ങൾ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇതിൽ ഒരുപാട് കച്ചവടങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്താ പറയുക, ഒത്തിരി പേരില്ലേ, ഒരുപാട് പേര്. നമ്മളാ പാർക്കിങ്ങിൽ തന്നെ അല്ലേ എത്രങ്ങാനും വണ്ടികൾ. അധികം ഉള്ളത് AP ആണ് ഞാൻ കണ്ടതിൽ കൂടുതൽ. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ബോർഡർ സൈഡാണല്ലോ ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശ് വണ്ടികൾ അവിടെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇവിടുന്ന് 2 ട്രൗസറൊക്കെ വാങ്ങാം കേട്ടോ. നാളെ നമ്മൾ ആന്ധ്രയിൽ കയറല്ലോ. അപ്പോൾ 2 ട്രൗസറൊക്കെ വാങ്ങിയിട്ട് വേണം പോവാം. ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങി.
ഞങ്ങൾ അവിടെ നോക്കി, പക്ഷേ അത് നീളം കൂടുതലാണ്. അത്ര നീളമുള്ള എടുത്തു കഴിഞ്ഞാൽ പാവാടട്ട മാരിക്കാരൊക്കെ ഞാനും പോനും. അപ്പോൾ അതിനൊക്കെ ഉണ്ടാ ഈ പോണ മാതിരി പോട്ടെ. ഇവിടെ ഉണ്ടാവും സാധനം അതിൽ തിരഞ്ഞാൽ കിട്ടും. ഇതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ, അതായത് ശ്രീപുരം ഗോൾഡൻ ടെമ്പിളാണ്. ഉണ്ടാവും, മെയിൻ ഗേറ്റ് ആണത്. ഓ ഇതന്നെ കാണാൻ ഫുള്ള് ഒരു ഗോൾഡൻ കളറിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അടിപൊളി. തിരുപ്പതിയിൽ പോയിട്ട് മുട്ട അടിച്ചിട്ടാണ് എല്ലാവരും വരുന്നതെന്ന്. കാരണം ഇവിടെ കണ്ടോ മുട്ടകളാണ് എല്ലാവരും മുട്ടകളാണ്. ഇവിടുത്തെ വണ്ടികളൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ് കഴിച്ച്, ഫുൾ ടൈം സ്റ്റാർട്ടിങ്ങിലാണ്. കാരണം എന്താ വെച്ചാൽ ഏത് നിമിഷവും ട്രിപ്പാണ്. കാരണം അത്രയും ആളുകളാണ് ഇവിടെ ഉള്ളത്. വണ്ടികളൊക്കെ ഫുൾ ടൈം ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത്. ഇത് പിന്നെ അതിൻ്റെ മറ്റൊരു ഗേറ്റാണ് തോന്നുന്നല്ലേ, ശ്രീപുരം ഗോൾഡൻ ടെമ്പിൾ വേറൊരു ഗേറ്റാണ്, വലിയൊരു ഗേറ്റാണ്. നമുക്ക് ഇപ്പോൾ ഈ രാത്രി കാണുന്നതെന്ന് വെച്ചാൽ രാത്രിയിലെ ലൈറ്റിട്ടുള്ള വ്യൂ അത് വേറെ ആയിരിക്കും, പകലിൽ വേറെ ആയിരിക്കും. ഒരുപാട് ഞാൻ പറഞ്ഞ ഇഷ്ടംപോലെ ആളുകൾ, ഭക്തജനങ്ങൾ ധാരാളമാണ്. കണ്ടങ്ങൾ ഒരു അടാറ് കയറ്റി. ഇതിനെക്കുറിച്ച് നമ്മൾ നാളെയാണ് മര്യാദയ്ക്ക് ഫുള്ളായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഈ നൈറ്റിലെ ഒരു കാഴ്ച, ഒരു നൈറ്റ് ലൈഫ് ഇവിടെ അങ്ങനെ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അവിടെ കയറും ചെയ്യും. ആളുണ്ടോ, ഗണപതിയാണ്. അവൻ്റെ മക്കളായത് നിസ്സാരമല്ല കേട്ടോ. ഇവിടെ 70 കിലോ സ്വർണം കൊണ്ടാണ് ദേവിയുടെ പ്രതിഷ്ഠ. അതായത് ദേവിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് 70 കിലോ സ്വർണം കൊണ്ടാട്ടോ. അത് 70 കിലോ. അത് മാത്രമല്ല 1500 കിലോളം സ്വർണം ഉപയോഗിച്ചിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ 1500 കിലോ സ്വർണം ഉപയോഗിച്ചിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് മക്കളെ പാർക്കിംഗ് എന്ന് പറഞ്ഞാലൊക്കെ ഒരു അടാറ് പാർക്കിംഗ് ആണ്. നമ്മളുടെ വണ്ടിക്ക് തന്നെ 30 അപ്പോൾ ബാക്കിയുള്ള വണ്ടികളുടെ ഒക്കെ അവസ്ഥ എത്രയാവും? അതല്ല നമ്മുടെ വണ്ടിയിലെ ഏറ്റവും വലുത് ഏറ്റവും വലിയ വണ്ടിയാണ് നമ്മളെ വണ്ടിക്ക് 30 റുപ്യാണ്. അപ്പോൾ ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ എത്രയായിരിക്കും? ബസ് വരെ വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ കാണാം. നാളെ ഞങ്ങളവിടെ കയറുന്നുണ്ട്, പക്ഷേ എനിക്ക് ക്യാമറ അലൗഡ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ആകും അറിയില്ല. എന്തായാലും നാളെ കാണാം. ഓക്കെ, ബൈ.